അമേരിക്കയുടെ B2 ബോംബറുകൾ ഇറാനകത്തുള്ള പലതരത്തിലുള്ള ഭൂഗർഭ അറകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായിട്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബോംബാണ്. നമ്മൾ സാധാരണ ബോംബുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അണുബോംബുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ബങ്കറുകളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ? അത് ഈ ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വിക്ഷേപിച്ച് സഞ്ചരിച്ചെന്ന് ഇടിക്കുന്നതാണോ? അതോ കനത്ത രീതിയിൽ ആൾനാശം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പൊട്ടിത്തെറിയാണോ? ഇത്ര സംശയങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അത് ഗൾഫ് വാറിൻ്റെ സമയത്താണ് സത്യത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആവശ്യവും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിൽ ബങ്കറുകളെ ആക്രമിക്കുന്നതിനുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചിരുന്നതായിട്ടും അതിൻ്റെ നല്ലൊരു വേർഷൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ പ്രയോഗിച്ച് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇന്ന് കാണുന്ന തരത്തിൽ ബങ്കറുകളെ തുളച്ചു കയറി പോകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടാകുന്നത് 90കളിലാണ്. അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രവർത്തനവും ആധുനികമായിട്ടുള്ള ഏറ്റവും പുതിയ ബങ്കർ ബസ്റ്റർ ബോംബായിട്ടുള്ള മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററിനെ കുറിച്ചും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയ്ക്ക് മുന്നിലോ പൊതുവേദികളിലോ ഇൻ്റർവ്യൂവിനോ സുഹൃത്തുക്കൾക്കിടയിലോ അപരിചിതരോടോ ഒക്കെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ്ങിലൂടെ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുക എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്നൊരു കഴിവൊന്നുമല്ല. അത് നമുക്ക് ട്രെയിൻ ചെയ്ത് ബ്രെയിനിനെ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നൊരു കോഴ്സ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ലിങ്കിലൂടെ കയറാൻ പറ്റും. നമുക്കറിയാം, സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് 1988 വരെ ഇറാനെ ആക്രമിക്കുകയും പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അക്കാലത്ത് കുവൈറ്റിൽ നിന്ന് പണം കടമെടുത്തുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നടത്തിയിരുന്നത്. അവസാനം പണം തിരിച്ചടയ്ക്കണമെന്നൊരാവശ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ കുവൈറ്റിൽ ഒരുപാട് എണ്ണപ്പാടങ്ങളുണ്ട് എന്നും കണ്ട് സദ്ദാം ഹുസൈൻ 1990 ഓഗസ്റ്റിൽ കുവൈറ്റിനെ അധിനിവേശം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ കുവൈറ്റിനെ അനക്സ് ചെയ്യാൻ വേണ്ടി ഒരു ആക്രമണം സംഘടിപ്പിച്ചു. 88 കഴിഞ്ഞ്, അതായത് ഇറാനുമായിട്ടുള്ള ആക്രമണത്തിൽ നല്ല രീതിയിൽ കയ്പ് അനുഭവപ്പെട്ടിട്ട് അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്ത രാജ്യത്തെ ആക്രമിക്കുന്നത്. ഇങ്ങനെ കുവൈറ്റിനെ ആക്രമിക്കുന്ന സമയത്ത് പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് അത് മാറി, ഗൾഫ് വാർ. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ അപലപിക്കുകയായിരുന്നു. ഇറാഖിന് വളരെ കുറച്ച് രാജ്യങ്ങളുടെ മാത്രമേ പിന്തുണയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ 35ഓളം രാജ്യങ്ങളുടെ ഒരു സഖ്യം, അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്ന പേരിൽ ഇറാഖിനെതിരെ ഒരു സൈനിക നടപടി ആരംഭിച്ചു. അവരുടെ ലക്ഷ്യം ഇറാഖിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡ് നെറ്റ്വർക്കുകൾ, യുദ്ധം ചെയ്യാനുള്ള ഇറാഖിൻ്റെ കഴിവ് എന്നിവയെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ളതായിരുന്നു. വ്യോമാക്രമണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ സഖ്യസേന വിജയിച്ചു വന്നു. ഇറാഖിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാർത്താവിനിമയ കേന്ദ്രങ്ങളും ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിൽ ഒന്നൊന്നായി തകർന്നു വീണു. എന്നാൽ ഈ മുന്നേറ്റത്തിനിടയിലാണ് സഖ്യസേനയുടെ മുന്നിൽ അങ്ങേയറ്റം ഭീകരവും ആഴത്തിൽ കുഴിച്ചിടപ്പെട്ടതുമായിട്ടുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മനസ്സിലാക്കിയ സദ്ദാം ഹുസൈൻ അതിജീവനത്തിന് വേണ്ടി വലിയ വലിയ മുതൽ മുടക്ക് അവിടെ നടത്തിയിരുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകൂടം പ്രത്യേകിച്ച് തലസ്ഥാനമായ ബാഗ്ദാദിന് ചുറ്റും മണ്ണിനടിയിൽ ഭീമാകാരന്മാരായിട്ടുള്ള കോൺക്രീറ്റ് ബങ്കറുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ നിർമ്മിച്ചിരുന്നു. ബങ്കർ എന്ന് പറയുമ്പോൾ മണ്ണ് കുഴിച്ച് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അണ്ടർഗ്രൗണ്ട് പാസേജുകളോ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജുകളോ കമാൻഡ് സെൻറ്ററുകളോ ഒക്കെയാണ്. സോ ഈ അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോംബുകളും മറ്റും ഇടുമ്പോൾ ആളുകൾക്ക് കയറിയിരുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അത്യാധുനിക സൗകര്യങ്ങളുള്ള പല തട്ടുകളായിട്ടുള്ള കമാൻഡ് സെൻറ്ററുകളും ബോംബുകൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്ത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കൊണ്ട് ബലപ്പെടുത്തിയ ബങ്കറുകളായിരുന്നു. ഏകദേശം ഉപരിതലത്തിൽ നിന്ന് 15 മീറ്റർ വരെ താഴ്ചയിൽ മണ്ണിനും പാറകൾക്കും ഇടയിലാണ് ഇത്തരം സാധനങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇറാഖി സൈന്യത്തിൻ്റെ നാഡീ കേന്ദ്രങ്ങളായ ഇൻ്റലിജൻസ് ആസ്ഥാനങ്ങളും നിർണായകമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും, എന്തിനേറെ സദാമും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ റിപ്പബ്ലിക്കൻ ഗാർഡുകളും ഒക്കെ ഒളിച്ചിരുന്നത് ഈ പാതാള കോട്ടകളിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരു ബങ്കറിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ബോംബാക്രമണത്തിലൂടെ സാധ്യമല്ല. ഒരു ബങ്കറിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ, അത് അണുവായുധമാണെങ്കിൽ പോലും, അത് വലിയൊരു ഭൂകമ്പം മാത്രം ഉണ്ടാക്കി സർഫസിനെ മാത്രമേ നശിപ്പിക്കൂ. മണ്ണിനടിയിലേക്ക് അധികം കടന്നു ചെല്ലാനുള്ള സാധ്യത അത്തരം ബോംബുകളുടെ എഫക്റ്റിന് തീരെ കുറവാണ്. സോ കോൺക്രീറ്റ് കൊണ്ടായതുകൊണ്ടും സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണത്തെയും അത് അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരുന്നത്. അങ്ങനെ അക്കാലത്ത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ, പ്രത്യേകിച്ച് അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ഏത് ബങ്കറുകളെയും തുളച്ചു കയറുന്ന ഒരു ആയുധമായിരുന്നു BLU-109 എന്ന ഏകദേശം 900 കിലോഗ്രാം ഭാരമുള്ള ബോംബ്. പക്ഷേ ഇവിടെ സദ്ദാം ഹുസൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ബങ്കറുകൾക്ക് മുന്നിൽ അത് തീർത്തും നിസ്സഹായമായിരുന്നു. അതിന് കാരണം
ആ സമയത്തുണ്ടായിരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 1.2 മുതൽ 1.8 മീറ്റർ വരെ കനമുള്ള കോൺക്രീറ്റിനെ തുളച്ചു കയറി തകർക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 15-20 മീറ്റർ ആഴത്തിലുള്ള ഒരു ബങ്കറിലേക്ക് ഇത് തുളച്ചു കയറി കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. സോ ഒരു തരത്തിലുമുള്ള അനക്കം പോലും ബങ്കറിനുണ്ടാക്കാൻ ഇത്തരം ബോംബുകൾക്ക് സാധിക്കില്ല. ഉപരിതലത്തിലൊരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാവും. ശത്രുക്കളുമൊക്കെ തന്നെ സുരക്ഷിതമായിരിക്കും. ഇത് ഇറാഖിൻ്റെ സൈനിക നേതൃത്വത്തെ സഖ്യസേനയുടെ ആക്രമണങ്ങളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതമാക്കി ബങ്കറുകളിൽ നിലനിർത്തി. വരാനിരിക്കുന്ന കരയുദ്ധത്തിന് ഇത് വളരെ വലിയ ഭീഷണിയാണല്ലോ, വലിയ ബങ്കറുകൾ. അങ്ങനെ അമേരിക്കൻ എയർഫോഴ്സ് മുൻപൊരിക്കലും ഇല്ലാത്തൊരു ചലഞ്ചിനെ ഏറ്റെടുത്തു. തങ്ങൾക്ക് എത്താൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തെ നിലവില്ലാത്ത ഒരു ആയുധം ഉപയോഗിച്ച് ഇല്ലാതാക്കേണ്ടതുണ്ട്. മുന്നിൽ വർഷങ്ങളില്ല, വെറും ആഴ്ചകൾ മാത്രം. എങ്ങനെ ഈ ബങ്കറുകളെ തകർക്കും? സമയം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിൻ്റെ യുദ്ധതന്ത്രത്തിലെ അടിത്തറ തന്നെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിനെ ആശ്രയിച്ചായിരുന്നു. ഇറാഖിൻ്റെ ഈ വലിയ ബങ്കറുകൾക്ക് മുന്നിൽ പകച്ചുപോയ പെൻറ്റഗൺ അടിയന്തരമായിട്ടൊരു പരിഹാരം ആവശ്യപ്പെട്ടു. ഈ പ്രശ്നം ഫ്ലോറിഡയിലെ എഗ്ലിൻ എയർഫോഴ്സ് ബേസിലെ എഞ്ചിനീയർമാരുടെ മുന്നിലെത്തി. ഹൈപ്പർസോണിക് ഡ്രോണുകൾ മുതൽ അതിനൂതനമായ പല ആശയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഇവയൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. കാരണം അതിന് മാസങ്ങളോ വർഷങ്ങളോ നീണ്ട റിസർച്ചുകൾ ആവശ്യമുണ്ട്, പരീക്ഷണങ്ങളും ടെസ്റ്റിങ്ങുകളും ആവശ്യമുണ്ട്. അത്രയും സമയം സഖ്യസേനയുടെ കയ്യിലുണ്ടായിരുന്നില്ല. സോ അവർക്ക് വേണ്ടത് വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന, അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ലളിതവും എന്നാൽ ശക്തമായ പ്രഹരശേഷിയുള്ള ഒരായുധമായിരുന്നു. അപ്പോൾ ഈ പ്രഷറുകൾക്കിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടൊരു ആശയം അവിടെ ഉയർന്നു വരുന്നത്. വളരെ ഭാരമുള്ള എന്നാൽ കൂർത്തൊരു വസ്തു ആകാശത്ത് നിന്ന് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ ഗുരുത്വാകർഷണത്തിൻ്റെ എഫക്റ്റ് കൊണ്ട്, അതിൻ്റെ ഭാരം കൊണ്ട്, അതിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് എവിടെയെങ്കിലും ചെന്നിടിക്കുകയും ആ ചെന്നിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണും കോൺക്രീറ്റും ഒക്കെ തുളച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് കടന്നു കയറുകയും ചെയ്യും. നമ്മുടെ ഒരു ഉൽക്കയൊക്കെ വന്ന് ഭൂമിയിൽ വീഴുമ്പോൾ ഗർത്തമുണ്ടാകുന്നതിൻ്റെ കുറച്ചും കൂടെ ഒരു മറ്റൊരു വെർഷനാണ്. നമ്മൾ ആണിയിൽ ചുറ്റുകൾ കൊണ്ട് അടിക്കുമ്പോൾ അത് തടിയിൽ എങ്ങനെയാണ് താഴ്ന്നു പോകുന്ന ആ ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇതിനെ നിർമ്മിക്കാൻ കഴിയുമെന്ന് എഞ്ചിനീയർമാർ കണക്ക് കൂട്ടി. പക്ഷേ പ്രശ്നം അതായിരുന്നില്ല. ഇത്തരത്തിൽ വളരെ ഉയരത്തിൽ നിന്ന് നല്ല ഭാരമുള്ളൊരു വസ്തു വളരെ വേഗം ഭൂമിയിൽ വന്നിടിച്ചാൽ ആ വന്നിടിക്കുന്ന ആഘാതത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്ലോസീവ് ഉൾപ്പെടെ സർഫസിൽ വെച്ച് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാടില്ല. ബങ്കറുകൾക്കകത്തേക്ക് ഇത് കോൺക്രീറ്റിനെയും പാറയും തുളച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഹോളോ ഏരിയയിൽ പോയിട്ട് വേണം പൊട്ടിത്തെറിക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പ്രകമ്പനമുണ്ടായി അതിനകത്തുള്ള ബങ്കറുകളൊക്കെ നശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് കൂട്ടിയിടിയെയും അതിജീവിക്കാൻ കഴിയുന്ന പുറംചട്ടയുള്ള ഒരു സംവിധാനം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു വെല്ലുവിളി. അങ്ങനെ ഇരിക്കെയാണ് ആ അമേരിക്കൻ ടീമിൽ ഒരാളുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. പീരങ്കിയുടെ കുഴലുകൾ ഉപയോഗിച്ചുകൊണ്ട് നീളത്തിനുള്ളൊരു ഉപകരണം ഉണ്ടാക്കി അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഹോളോ ഏരിയയിൽ എക്സ്പ്ലോസീവുകൾ നിറച്ചുണ്ടാക്കിയാൽ നമുക്ക് അത്യാവശ്യം വളരെ പെട്ടെന്ന് കട്ടി കൂടിയ മറ്റ് മിനറൽസും ലോഹക്കൂട്ടുകളും കണ്ടുപിടിക്കാതെ തന്നെ ബങ്കർ ബസ്റ്ററുകൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അന്ന് അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായി തുടങ്ങിയ ഒരു പീരങ്കിയായിരുന്നു M110 എന്ന പീരങ്കി. 8 ഇഞ്ച് വ്യാസമുള്ള വലിയ കുഴലുകളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. ആയിരക്കണക്കിന് തവണ വെടിയുണ്ട പായിക്കുന്നതിൻ്റെ അതിഭീകരമായിട്ടുള്ള മർദ്ദം താങ്ങാനായി അത്രയേറെ ഉറപ്പുള്ള ഉരുക്കിൻ്റെ സങ്കരം വേണമായിരുന്നു. ഈ പീരങ്കിയും അങ്ങനെ തന്നെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. കാരണം പീരങ്കിയുടെ പ്രത്യേകത അറിയാമല്ലോ, അതിശക്തമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ തവണയും എക്സ്പ്ലോസീവ് തെറിച്ചു പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ കയ്യിൽ ആൾറെഡി ഉള്ളൊരു ഉരുക്ക് കുഴലെടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ബങ്കർ ബസ്റ്ററുകളാക്കാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നു. ഒരു പീരങ്കിയെ ബോംബാക്കി മാറ്റുക എന്നുള്ള ആശയം തന്നെ അതിസാഹസികമാണ്. കാരണം അവരുടെ ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് അതിനകത്തുള്ള ഡിസൈൻ അനുസരിച്ച് ഉണ്ടാക്കുകയല്ല, പകരം ആൾറെഡി കയ്യിലുള്ള ഒരു സാധനത്തിനെ ഉപയോഗിച്ച് അതിൻ്റെ ബേസിൽ ഒരു ഡിസൈൻ പിന്നെ ജനറേറ്റ് ചെയ്യുകയാണ് അവിടെ വേണ്ടത്. അങ്ങനെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിന്റെ പേരായിരുന്നു ഗൈഡഡ് ബോംബ് യൂണിറ്റ് 28 അഥവാ GBU-28 എന്നുള്ള പേര്. അതോടെ സമയത്തിനെതിരായ ഒരു പോരാട്ടം തന്നെ അന്ന് അമേരിക്കയിൽ ആരംഭിച്ചു. എഗ്ലിനിലെ എഞ്ചിനീയർമാർ ന്യൂയോർക്കിലെ വാട്ടർ ഫ്ലീറ്റ് ആർസണലുമായിട്ട് ബന്ധപ്പെട്ടു. അവർക്ക് പീരങ്കി കുഴലുകൾ കൃത്യതയോടുകൂടി നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അന്നുണ്ടായിരുന്ന ആദ്യത്തെ പീരങ്കി കുഴലുകൾ അവർ പറയുന്ന സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ബോംബിന്റെ രൂപകൽപ്പന പോലും തുടങ്ങാതെ പീരങ്കി കുഴലുകൾ തങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടി അവർ ഓർഡർ ഇട്ടു. ആദ്യം ഏകദേശം 2950 കിലോഗ്രാം ഭാരമുള്ളൊരു വലിയ ബോംബ് B-52 എന്ന് പറയുന്ന വിമാനത്തിൽ നിന്ന് താഴേക്കിടാനായിരുന്നു പദ്ധതിയെങ്കിലും പിന്നീട് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിവുള്ള F-11 ഫൈറ്റർ വിമാനത്തിന് വേണ്ടി അതിനെ 2130 കിലോഗ്രാമായി ചുരുക്കാൻ തീരുമാനിച്ചു. പിന്നീട് നടന്നത് സമാനതകളില്ലാത്തൊരു എഞ്ചിനീയറിംഗ് മാർവലായിരുന്നു. വാട്ടർ ഫ്ലീറ്റിലെ മെഷീനിസ്റ്റുകൾ രാവും പകലും പല ഷിഫ്റ്റുകളായി ആ പീരങ്കി കുഴലുകളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പുറമേയുള്ള വളയങ്ങളെ കൃത്യമായ രീതിയിൽ മുറിച്ചു മാറ്റി നീളം ആവശ്യത്തിന് കുറച്ചു, ഉള്ളിലെ ക്രോം പാളി നീക്കം ചെയ്തു. ആ ജോലികൾ പുരോഗമിക്കുമ്പോൾ തന്നെ എഗ്ലിൻ, ലോക്ഹീഡ്, റോക്വെൽ എന്നിവിടങ്ങളിലെ എഞ്ചിനീയർമാർ ഫോണിലൂടെ ഡിസൈനിലെ മാറ്റങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 30 മണിക്കൂർ നീളുന്ന അതിസൂക്ഷ്മമായ തുരക്കൽ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ അവസാന അളവുകൾ അവർ നിർണ്ണയിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. ഒരു
പീരങ്കി കുഴലായിരുന്നു എന്നതിന്റെ അവസാനത്തെ തെളിവായ അതിന്റെ ഉള്ളിലെ പിരികൾ പോലും അവർ ഉരച്ച് മിനുസമാക്കി മാറ്റി. സാധാരണഗതിയിൽ വർഷങ്ങൾ വേണ്ടിവരുന്ന ഒരു പ്രോജക്റ്റിൽ നിർമ്മാണത്തിനിടയിൽ തന്നെ ഒരു ഡസനിലധികം ഡിസൈൻ മാറ്റങ്ങൾ അവരിങ്ങനെ വരുത്തി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ അത്ഭുതകരമായിട്ടുള്ള സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ആ അസാധ്യമായ ദൗത്യം കൃത്യമായ സമയത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പീരങ്കിക്കുഴൽ ബോംബിന്റെ ഉടലായി മാറിയ ശേഷം അതിലേക്ക് മറ്റു ഭാഗങ്ങൾ ഘടിപ്പിക്കുന്നതായിരുന്നു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോൾ അന്ന് അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന BLU-109 എന്ന ബോംബിന്റെ ഉറപ്പേറിയ സ്റ്റീൽ മുനകൾ വളരെ വേഗത്തിൽ അവിടെ എത്തിച്ചു. ഈ മുന ബോംബിന്റെ ഉടലിൽ ഘടിപ്പിക്കാനായി അവർ വളരെ സൂക്ഷ്മമായ ഒരു ഹീറ്റ് ഷ്രിങ്ക് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. ബോംബിന്റെ ഔട്ടർ ലെയർ ചൂടാക്കി വികസിപ്പിച്ച ശേഷം മുന അതിലേക്ക് ഇറക്കി വെക്കുകയും തണുക്കുമ്പോൾ അത് ടൈറ്റായി പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹീറ്റ് ഷ്രിങ്ക്. പിന്നീട് അവിശ്വസനീയമായ മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒറ്റ ഉരുക്ക് കഷ്ണമാക്കി മാറ്റാനായി 12 മണിക്കൂർ നീണ്ട ഒരു വെൽഡിംഗ് പ്രക്രിയയിലൂടെ അത് ബലപ്പെടുത്തിയെടുക്കുകയുണ്ടായി. 1991 ഫെബ്രുവരി 16 ആദ്യത്തെ GBU-28 ബോംബിന്റെ ഔട്ടർ കവറിന്റെ പെയിന്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു C-130 കാർഗോ വിമാനത്തിൽ കയറ്റി അടുത്ത ഘട്ടത്തിനായി എഗ്ലിൻ എയർഫോഴ്സ് ബേസിലേക്ക് വിമാനം പറന്നു. അവിടെ ടീമിനെ കാത്തിരിക്കുന്നത് മറ്റൊരു വെല്ലുവിളിയായിരുന്നു. ഏകദേശം 4 മീറ്റർ നീളമുള്ള GBU-28 നിലവിലുള്ള ആയുധങ്ങൾ നിറയ്ക്കുന്ന കെട്ടിടത്തിന്റെ ഹൈറ്റുമായി വെച്ച് നോക്കുമ്പോൾ കൊള്ളിലായിരുന്നു. അവർ വീണ്ടും പുതിയൊരു വഴി കണ്ടെത്തി. ബോംബിനെ കുത്തനെ നിലത്ത് നിർത്താനായി അവിടെ ഒരു കുഴി ഉണ്ടാക്കി. അതിന്റെ മുന അതിലേക്ക് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് അതിന്റെ പുറത്ത് ഏണിയിട്ട് കയറി നിന്നാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. 37 മണിക്കൂർ എടുത്താണ് ആ ജോലി പൂർത്തിയാക്കിയത്. സാങ്കേതിക വിദഗ്ധർ 285 കിലോഗ്രാം ഭാരമുള്ള ഉരുകിയ ട്രൈറ്റോണൽ എന്ന സ്ഫോടക വസ്തു ബക്കറ്റിൽ കോരിക്കൊണ്ടുവന്ന് കമ്പുകൾ കൊണ്ട് കുത്തിയാണ് അതിന്റെ ഉള്ളിൽ നിറച്ചത്. കാരണം അത്രയും സ്ഫോടക വസ്തു ഒന്നിച്ചുരുക്കാൻ ശേഷിയുള്ള പാത്രങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം ബോംബിന്റെ മുന്നിൽ ലേസർ ഗൈഡഡ് സംവിധാനവും പിന്നിൽ സ്ഥിരത നൽകുന്ന ഫിന്നുകൾ ചിറകുകളും ഘടിപ്പിച്ചു. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആദ്യത്തെ GBU-28 റെഡിയായി. ഫെബ്രുവരി 24 നെവാഡ മരുഭൂമിയിൽ വെച്ചൊരു F-111 വിമാനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്ത ഒരു ബോംബിനെ വെറുതെ താഴേക്ക് ഇട്ട് നോക്കി അതെങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതെന്നറിയാം. അത് സൂപ്പർസോണിക് വേഗത, അതായത് ശബ്ദത്തേക്കാൾ വേഗതയിൽ മണ്ണിൽ വന്ന് പതിച്ച് അകത്തേക്ക് കടന്നുപോയി അപ്രത്യക്ഷമായി. ഏകദേശം 30 മീറ്ററിലധികം താഴ്ചയിലേക്ക് പോയതുകൊണ്ട് അതിനെ കുഴിച്ചെടുക്കുക അസാധ്യമാണെന്ന് അവർ തീരുമാനിച്ചു. 2 ദിവസത്തിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ ഹോളോമാൻ എയർഫോഴ്സ് ബേസിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരെണ്ണം റോക്കറ്റ് സ്ലൈഡിൽ വെച്ചിട്ട് റെയിലിലൂടെ ഇങ്ങനെ പരീക്ഷിച്ചു. 6.7 മീറ്റർ കനമുള്ള സ്റ്റീൽ കമ്പികൾ കൊണ്ട് ബലപ്പെടുത്തിയ കോൺക്രീറ്റ് പാളിയിലേക്കാണ് അത് പായിച്ചത്. ബോംബ് ആ ഭിത്തിയും തുളച്ച് അപ്പുറം കടന്നു. ഏകദേശം 1/2 കിലോമീറ്ററിലധികം ദൂരെ കാര്യമായ കേടുപാടുകൾ ഇല്ലാതെയാണ് പിന്നീട് അതിനെ കണ്ടെത്തുന്നത്. പരീക്ഷണം സമ്പൂർണ്ണ വിജയമായിരുന്നു. പ്രവർത്തന സജ്ജമായ 2 ബോംബുകൾ ഉടൻ തന്നെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി. 1991 ഫെബ്രുവരി 27 വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് മുമ്പായി 2 F-11 വിമാനങ്ങൾ ഈ അത്ഭുത ആയുധവുമായി പറന്നുയർന്നിരുന്നു. ബാഗ്ദാദിനടുത്തുള്ള അൽത്താജി ബങ്കർ സമുച്ചയമായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ ബോംബ് ലക്ഷ്യം തെറ്റി. എന്നാൽ രണ്ടാമത്തെ വിമാനത്തിന്റെ പൈലറ്റ് തന്റെ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ കൃത്യമായി ആ ബോംബ് കൊണ്ടു ചെന്നിട്ടു. വിമാനത്തിന്റെ ക്യാമറ ദൃശ്യങ്ങളിൽ ബോംബ് ബങ്കറിൽ പതിക്കുന്നതും അപ്രത്യക്ഷമാകുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ ബങ്കറിന്റെ വാതിലുകളിലൂടെയും എയർവെന്റുകളിലൂടെയും കറുത്ത പുക ഉയരുന്നതും വ്യക്തമായി കാണാമായിരുന്നു. GBU-28 ബങ്കറിന്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറി ഉള്ളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു അത്. GBU-28 വിജയം ഒരു മാന്ത്രിക വിദ്യയൊന്നും ആയിരുന്നില്ല. അത് ഭൗതിക ശാസ്ത്രത്തിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ഒരു ഉജ്ജ്വലമായ യൂസേജ് ആയിരുന്നു. ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് പ്രവർത്തിക്കുന്നത് ലളിതമായൊരു തത്വത്തിലാണ്. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അത് ചലിക്കുമ്പോഴുള്ള ഊർജ്ജത്തെ പരമാവധിയാക്കുകയും ആ ആഘാതത്തിൽ തകർന്നു പോകാതെ ലക്ഷ്യത്തിൽ സ്ഫോടക വസ്തു എത്തിക്കുകയും അതിനുശേഷം കൃത്യമായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുക. ഇതിന് പിന്നിലെ പ്രധാന ശാസ്ത്രം കൈനറ്റിക് എനർജി എന്നതാണ്. അതായത് മാസുള്ള വസ്തുക്കളുടെ വേഗത എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് മാക്സിമം അതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേഗതയാണ് ഏറ്റവും നിർണായകമായ ഘടകം. പക്ഷേ വേഗതയ്ക്ക് വേണ്ടി ഇതിന്റെ പിന്നിൽ റോക്കറ്റ് ഒന്നും ഘടിപ്പിച്ചിട്ടില്ല. ഭാരമേറിയ വസ്തുവിനെ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിടുമ്പോൾ ഗുരുത്വാകർഷണം കാരണം അതിന്റെ വേഗത കൂടുകയും ലക്ഷ്യത്തിൽ എത്തുമ്പോഴേക്കും അതിന് അതിഭീകരമായിട്ടുള്ള കൈനറ്റിക് എനർജി കിട്ടുകയും ചെയ്യുന്നു. ഈ എനർജിയാണ് ഡസൻ കണക്കിന് മീറ്റർ കനമുള്ള മണ്ണും പാറയും കോൺക്രീറ്റും തുളച്ചു കയറാനായിട്ട് അത്തരം ബോംബുകളെ സഹായിക്കുന്നത്. എന്നാൽ ബോംബ് നിലത്തടിക്കുമ്പോൾ തന്നെ തകർന്നു പോയാൽ ഈ ഊർജ്ജം കൊണ്ട് പ്രയോജനമില്ല. അവിടെയാണ് മെറ്റീരിയൽ സയൻസും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗും പ്രാധാന്യം ഉണ്ടാകുന്നത്. M-110 പീരങ്കിക്കുഴൽ തിരഞ്ഞെടുത്തത് സൗകര്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അത് തികച്ചും അനുയോജ്യമായിരുന്നു. ബോംബിന്റെ രൂപകൽപ്പനയും നിർണായകമാണ്. വളരെ കുറഞ്ഞ വ്യാസത്തിൽ കൂടുതൽ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ചുറ്റിക ആണിയിൽ അടിക്കുന്നത് പോലെ ബോംബിന്റെ മുഴുവൻ ഊർജ്ജവും ഒരു ചെറിയ ബിന്ദുവിലേക്ക് അതിന്റെ ഫ്രണ്ടിലത്തെ ടിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. ഇത് ഉപരിതലത്തിൽ തട്ടി ചിതറിപ്പോകാതെ ആ ഭാഗത്തെ തുളച്ചു കയറാൻ സഹായിക്കുന്നു. അവസാനത്തെ പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ഫ്യൂസ് ആണ്. ഒരു സാധാരണ ഫ്യൂസ് നിലത്തടിക്കുമ്പോൾ തന്നെ ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം ചെയ്യപ്പെടാൻ കഴിയുന്ന അതിസങ്കീർണമായ
ഡിലേ ഫ്യൂസുകളാണ്. ഈ ഫ്യൂസുകളിലെ ആക്സിലറോമീറ്ററുകൾ ബോംബ് ഓരോ പാളിയിലൂടെയും കടന്നു പോകുമ്പോഴുള്ള വേഗത കുറയുന്നത് അളക്കുന്നുണ്ട്. എത്ര പാളികൾ കടന്നു പോകണമെന്നോ അല്ലെങ്കിൽ ആദ്യത്തെ ആഘാതത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് പൊട്ടണമെന്നോ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇത് 285 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ബങ്കറിന്റെ മുകളിലല്ല, മറിച്ച് അതിന്റെ ഉള്ളിലെ കമാൻഡ് സെന്ററിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഇത് ആ അടഞ്ഞ ഭൂഗർഭ അറയ്ക്കുള്ളിൽ അതിഭീകരമായിട്ടുള്ള മർദ്ദവും പ്രകമ്പനവും സൃഷ്ടിച്ച് സമ്പൂർണ്ണ നാശം വിതയ്ക്കും. GBU-28 അതിന്റെ വിജയഗാഥ രചിച്ചെങ്കിലും അത് യുദ്ധത്തിന്റെ അടിയന്തര സാഹചര്യത്തിൽ തിടുക്കത്തിൽ നിർമ്മിച്ചൊരു ആയുധം മാത്രമായിരുന്നു. എന്നാൽ ശീതയുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ മികച്ചതും പ്രത്യേകം നിർമ്മിച്ചതുമായ ഒരു ആയുധം ആവശ്യമാണ് എന്ന് അമേരിക്കൻ സൈന്യത്തിന് അറിയാമായിരുന്നു. ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സ്വന്തമായിട്ടുള്ള ആഴമേറിയതും ഉറപ്പുള്ളതുമായ ബങ്കറുകൾ നിർമ്മിക്കുകയും അതിനുള്ളിൽ ആണവായുധങ്ങളും മറ്റും നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടി ബങ്കറുകൾ ആഴത്തിൽ നിർമ്മിച്ചാലും തകർക്കുന്ന സാങ്കേതിക വിദ്യ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. GBU-28 തന്നെ പല നവീകരണങ്ങൾക്കും വിധേയമായി. പക്ഷേ പിന്നീട് വന്ന മോഡലുകളിൽ ലേസർ ഗൈഡൻസ് സിസ്റ്റത്തിന് പകരം കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള GPS INS സംവിധാനങ്ങൾ ഉപയോഗിച്ചു. ഇതൊരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. GBU-28ന്റെ നേരിട്ടുള്ള പിൻഗാമിയായിരുന്നു GBU-37. ഇതിൽ BLU-113 എന്ന തുളച്ചു കയറാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു ബോംബാണ് അകത്തുപയോഗിച്ചിരുന്നത്. ഏകദേശം 2270 കിലോഗ്രാം ഭാരമുള്ള ക്ലാസ്സിൽപ്പെട്ട ഈ ബോംബ് കൂടുതൽ കരുത്തുറ്റ ഔട്ടർ കവറിങ്ങും മികച്ച എയറോഡൈനമിക് ആയിട്ടുള്ള രൂപകൽപ്പനയും ഉള്ളതായിരുന്നു. തുടക്കത്തിൽ ഇത് B-2 സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന് വേണ്ടി മാത്രമാണ് നിർമ്മിച്ചതെങ്കിലും ഈ സ്റ്റെൽത്ത് വിമാനവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബും ചേർന്നപ്പോൾ അതൊരു പുതിയ സൈനിക തന്ത്രത്തിന് തന്നെ രൂപം നൽകി. എന്നാൽ 1990കളുടെ അവസാനത്തിലും 2000ങ്ങളുടെ ആദ്യത്തിലും വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഈ 2270 കിലോഗ്രാം ബോംബുകൾ പോലും ചിലപ്പോൾ മതിയാവില്ല എന്നായിരുന്നു. എതിരാളികൾ പർവ്വതങ്ങൾക്കടിയിലോ അല്ലെങ്കിൽ 30 മീറ്ററിലധികം കനമുള്ള കോൺക്രീറ്റിനടിയിലോ താവളങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഏത് ബങ്കറിനെയും തകർക്കാൻ ശേഷിയുള്ള ഒരായുധം വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു. ഏതാണ്ട് അജയ്യമായ രീതിയിൽ ഏത് ഭൂഗർഭ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ കഴിയുന്ന GBU-57A-B മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ അഥവാ MOP എന്ന ബോംബിന്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടു. ബോയിങ് വികസിപ്പിച്ചെടുത്ത MOP അതിന്റെ മുൻഗാമിയായ GBU-28നേക്കാൾ എല്ലാ അർത്ഥത്തിലും വളരെയധികം ഭീമാകാരനായിട്ടുള്ള ഒരു ആയുധമാണ്. ഇതിന് 6 മീറ്ററിലധികം നീളവും 80 സെന്റിമീറ്റർ വ്യാസവും ഏകദേശം 13,600 കിലോഗ്രാം ഭാരവും ഉണ്ട്. ഈ ഭീമൻ ഭാരത്തിൽ 2400 കിലോഗ്രാമിലധികം അതിസ്ഫോടന ശേഷിയുള്ള രാസവസ്തുക്കളാണ് നിറച്ചിരിക്കുന്നത്. അതായത് MOPയിലെ സ്ഫോടക വസ്തുക്കൾക്ക് മാത്രം ഒരു GBU-28 ബോംബിന്റെ ആകെ ഭാരമുണ്ട്. ഇതിന്റെ പ്രഹരശേഷിയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമാണെങ്കിലും 60 മീറ്റർ കനമുള്ള സാധാരണ കോൺക്രീറ്റോ 8 മീറ്റർ കനമുള്ള അതിശക്തമായ കോൺക്രീറ്റോ അല്ലെങ്കിൽ 40 മീറ്റർ കനമുള്ള പാറയോ ഒക്കെ തന്നെ തുളച്ചു കയറി അതിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കാൻ ഇതിന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. MOPയുടെ ഈ ഭീകരമായിട്ടുള്ള വലിപ്പവും അതിന്റെ ഭാരവും ഒരു സവിശേഷമായ വെല്ലുവിളി പക്ഷേ ഉയർത്തും. ഇതെങ്ങനെ പൊക്കിയെടുത്ത് ലക്ഷ്യത്തിലെത്തിക്കും? ഒരു ഫൈറ്റർ വിമാനത്തിന് ഇതിനെ താങ്ങാൻ കഴിയില്ല. MOPയെ വഹിക്കാൻ ഒരേ ഒരു വിമാനം മാത്രമേ ഉള്ളൂ. അത് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറാണ്. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ ലിങ്ക് കൊടുക്കാം. 2 MOP ബോംബുകൾ വഹിക്കാൻ ആവശ്യമായിട്ടുള്ള പേലോഡ് ശേഷിയും ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യങ്ങളിലേക്ക് പറന്നെത്താനുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റിയും ഒരുമിക്കുന്ന ഒരേ ഒരു വിമാനമാണ് ലോകത്ത് B-2. നിങ്ങൾ എത്ര ആഴത്തിൽ കുഴിച്ചാലും എത്ര കോൺക്രീറ്റ് വാരിയിട്ടാലും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ട് നശിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് സത്യത്തിൽ അമേരിക്ക കൊടുത്തിരുന്നത്. MOP വെറും ഒരു വലിയ ബോംബല്ല, എതിരാളിയുടെ കണക്ക് കൂട്ടലുകളിൽ നിന്ന് സുരക്ഷിത താവളം എന്ന സാധ്യതയെ തന്നെ ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു തന്ത്രപരമായ ഉപകരണമാണിത്. സോ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന് പറയുന്ന ബോംബാണ് സത്യത്തിൽ ഏതൊരു ഭൂഗർഭ അറയിലേക്കും ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളത് എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന പല സംഭവങ്ങളിലും 80, 90, 100 മീറ്റർ ആഴത്തിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബങ്കറുകൾക്കുള്ളിലേക്ക് ഇത് കയറുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. B-2 ബോംബറുകൾ പറക്കുന്നത് 32,000 അടി ഉയരത്തിലായതുകൊണ്ട് തന്നെ റോക്കറ്റിന്റെ സഹായമില്ലാതെ ഇതിന്റെ സ്വന്തം ഭാരം തന്നെയാണ് ഇത്രയും ആഴത്തിലേക്ക് പോയി പൊട്ടിത്തെറിക്കാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ ബോംബിനെ, ഇത്രയും വലിയ വിമാനങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവന്ന് ബങ്കറൊക്കെ തകർക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കയറി ആക്രമിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. 2, അവർ ഇൻ കേസ് അവിടെ ആണവായുധമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്തരം യുറേനിയം പ്ലൂട്ടോണിയം വസ്തുക്കളെ പൊട്ടിത്തെറിപ്പിച്ചാൽ ഒരു ചെർണോബിലായി മാറില്ലേ എന്ന ചോദ്യം. സോ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിന്റെ ഒരു പക്ഷം പിടിക്കുക എന്നതിനേക്കാൾ അത്യാധുനികമായിട്ടുള്ള പല ആയുധങ്ങളും അവരുടെ ആവനാഴിയിൽ വെറുതെ വച്ചിരിക്കുന്നതല്ല എന്നും ഏത് രാജ്യം സ്വയം ആക്രമിക്കപ്പെട്ടാലും ഒരു രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിച്ചാലും അവിടെ ഏറ്റവും കൂടിയ ബോംബുകൾ തന്നെ എടുത്ത് ഉപയോഗിക്കും എന്നതിന്റെ തെളിവാണ് നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഴം കൂടുന്തോറും ഇതിന്റെയും എഫക്റ്റീവ്നെസ് കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാവും. അമേരിക്കയെ വെല്ലുന്ന പല രാജ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ കയ്യിൽ ഇതിനേക്കാൾ ശക്തമായ ഏതെങ്കിലും ആയുധമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. സമകാലികമായ കലുഷിതമായ ലോക രാഷ്ട്രീയത്തിൽ സമാധാനം പുലരട്ടെ എന്നും എല്ലാ മനുഷ്യജീവനുകളും വിലപ്പെട്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ ഭാഷയിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വെറുതെ ലിങ്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്യും, അത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. അങ്ങനെ യൂസ്ഫുൾ ആകുമെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉയർത്താനുള്ള
കോഴ്സിൽ ജോയിൻ ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ